ഡിസംബർ 4 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ജോൺ ഡമീഷ്യൻ, വിശുദ്ധ അഡ, വിശുദ്ധ അന്നോൺ, വിശുദ്ധ ബാർബറ, ഉബർട്ടയിലെ വിശുദ്ധ ബെർണാഡ്, വിശുദ്ധ ബെർഡോവാറ. വിശുദ്ധ ജോൺ ഡമീഷ്യൻ 676-749 കാലഘട്ടത്തിലാണ് വിശുദ്ധ ജോൺ ഡമീഷ്യൻ ജീവിച്ചിരുന്നത്. പൗരസ്ത്യ സഭാപിതാക്കന്മാരിൽ ഒടുവിലത്തെ ആളാണ് വിശുദ്ധ ജോൺ ഡമീഷ്യൻ. അദ്ദേഹം സിറിയയിൽ ഡമാസ്കസിൽ ജനിച്ചു. അങ്ങനെയാണ് ഡമീഷ്യൻ എന്ന രണ്ടാമത്തെ പേരുണ്ടായത്. ഡമാസ്കസിലെ മുസ്ലിം ഭരണത്തിന് കീഴിലാണ് ജോണിൻ്റെ കുടുംബം വളർന്നതെങ്കിലും ഇത് അദ്ദേഹത്തിൻ്റെയോ കുടുംബത്തിൻ്റെയോ ക്രിസ്ത്യൻ വിശ്വാസത്തെ ഒരു തരത്തിലും ബാധിച്ചിരുന്നില്ല. അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന മുസ്ലിം രാജ്യക്കാരോട് ഏതെങ്കിലും പരാതികൾ ഉണ്ടാക്കുവാനോ ജോണിൻ്റെ പിതാവും മുതിർന്നിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് ഖലീഫയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിരുന്നു. ജോണിന് 23 വയസ്സ് തികഞ്ഞപ്പോൾ അക്കാലത്ത് ലഭ്യമായിരുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസം തൻ്റെ കുട്ടികൾക്ക് നൽകുവാൻ അദ്ദേഹം ഒരു ക്രിസ്ത്യൻ അധ്യാപകനെ കണ്ടെത്താൻ ശ്രമിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പിതാവ് അന്വേഷിച്ചു. രേഖകൾ കാണിക്കുന്നതിന് ജോണിൻ്റെ പിതാവ് മാർക്കറ്റ് സ്ഥലത്ത് കുറച്ച് സമയം ചെലവഴിക്കുമ്പോൾ ഇറ്റലിയുടെ തീരങ്ങളിൽ നടന്ന യുദ്ധത്തടവുകാരെ ആക്രമിച്ചതിൻ്റെ ഫലമായി തടവിലാക്കപ്പെട്ട നിരവധി ബന്ദികളെ കണ്ടു. ആ ബന്ദികളിൽ കോസ്മസ് എന്ന പേരുള്ള ഒരു വ്യക്തിയുണ്ടായിരുന്നു. അദ്ദേഹം സിസിലിയൻ സന്യാസിയായിരുന്നു. അറിവും ജ്ഞാനവുമുള്ള ഒരു പണ്ഡിതനായിട്ടാണ് കോസ്മസിനെ ജോണിൻ്റെ പിതാവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ജോണിൻ്റെ പിതാവ് ഈ മനുഷ്യനെ മോചിപ്പിക്കാൻ ഏർപ്പാട് ചെയ്യുകയും മകൻ്റെ അധ്യാപകനായി നിയമിക്കുകയും ചെയ്തു. കോസ്മസിൻ്റെ നിർദ്ദേശപ്രകാരം സംഗീതം, ജ്യോതിശാസ്ത്രം, വേദശാസ്ത്രം തുടങ്ങിയ പഠന മേഖലകളിൽ ജോൺ വലിയ മുന്നേറ്റം നടത്തി. അങ്ങനെ താമസിയാതെ ജോൺ ബീജഗണിതത്തിൽ ഡയഫാൻറ്റസിനും ജാമിതിയിൽ യൂക്ലിഡിനും തുല്യനായി. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ക്രിസ്ത്യാനിയായിരുന്നെങ്കിലും സിറിയയിലെ കാലിഫിന് വളരെ പ്രിയങ്കരനായ ഒരു വ്യക്തിയായിരുന്നു. പിതാവിൻ്റെ മരണശേഷം ജോണിനെ ഡമാസ്കസിലെ മുഖ്യ ഉപദേശകനാക്കി. പ്രതിമ വന്ദകർക്കെതിരായി 726 ലയോ ഈസോറിയൻ ആരംഭിച്ച മർദ്ദന നയത്തെ ജോൺ എതിർത്തു. 730 ജോൺ ജെറുസലേമിന് സമീപമുള്ള വിശുദ്ധ സാബാസിൻ്റെ സന്യാശ്രമത്തിൽ ചേർന്നു. ജെറുസലേം പാത്രിയാർക്കിസ് ജോൺ 5 അദ്ദേഹത്തിന് പൗരോഹിത്യം നൽകി. അദ്ദേഹത്തിൻ്റെ വാഗ്വിലാസം ക്രമേണ സുവിദിതമായി. പ്രശസ്തങ്ങളായ പല ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചു. തന്നിമിത്തം ഫാദർ ജോണിനെ പ്രഥമ നിക്കോളസ്റ്റിക് ദൈവശാസ്ത്രജ്ഞനായിട്ടാണ് എല്ലാവരും കരുതിയത്. പൗരസ്ത്യ പിതാക്കന്മാരുടെ ഗ്രന്ഥങ്ങളുടെ സംക്ഷേപമാണ് അദ്ദേഹത്തിൻ്റെ സനാതന വിശ്വാസ പ്രദീപം എന്ന ഗ്രന്ഥം. ദൈവമാതാവിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഭക്തിയും പരിശുദ്ധ അമ്മയുടെ തിരുനാളുകൾക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും വളരെ പ്രഖ്യാതമാണ്. പ്രതിമാവന്ദനത്തെ നീതീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രബന്ധങ്ങൾ അത്യുജ്വലങ്ങളും നിസ്തുലങ്ങളുമാണ്. ഇതാ ഒരു മാതൃക. വിശുദ്ധരെ ക്രിസ്തുവിൻ്റെ സ്നേഹിതരും ദൈവത്തിൻ്റെ മക്കളും അവകാശികളുമായി വന്ദിക്കേണ്ടതാണ്. സുവിശേഷകനും ദൈവശാസ്ത്രജ്ഞനുമായ ജോൺ പറയുന്നു, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവപുത്രരെന്ന് വിളിക്കപ്പെടുവാനുള്ള അധികാരം അവിടുന്ന് നൽകി. കർത്താവിൻ്റെ ആഗമനത്തെ പ്രഖ്യാപിച്ച നീതിമാന്മാരുടെയും താപസ്യരുടെയും രക്തസാക്ഷികളുടെയും അപ്പസ്തോലന്മാരുടെയും ജീവിതം നമുക്ക് ശ്രദ്ധാപൂർവം പരിശോധിക്കാം. അവരുടെ വിശ്വാസവും ശരണവും സ്നേഹവും തീക്ഷ്ണതയും സഹനങ്ങളിലുള്ള ക്ഷമയും മരണം വരെയുള്ള നിലനിൽപ്പും നമുക്ക് അനുകരിക്കാം. അങ്ങനെ അവരുടെ മഹത്വത്തിൻ്റെ കിരീടത്തിൽ ഭാഗഭാഗക്കാകാം. ഫാദർ ജോണിൻ്റെ തൂലികയും നാവും പ്രതിമാഭഞ്ജകനായ ലയോ ഈസോറിയന് ഭീഷണിയായതുകൊണ്ട് ജോണിനെ നശിപ്പിക്കാൻ അദ്ദേഹം ഒരു വ്യാജ കത്തുണ്ടാക്കി കാലിഫിന് അയച്ചു കൊടുത്തു. ഒരു സൈന്യസമേതം ഡമാസ്കസിലേക്ക് വന്നാൽ നഗരം പിടിച്ചു തരാമെന്ന് ഫാദർ ജോൺ പറഞ്ഞതായിട്ടാണ് ലയോ രാജാവ് എഴുതിയിരിക്കുന്ന ആ കത്തിൻ്റെ പ്രമേയം. കാലിഫ് ഈ എഴുത്ത് കണ്ട് കോപാക്രാന്തനായി ഫാദർ ജോണിൻ്റെ വലതുകരം വെട്ടി തെരുവിൻ്റെ മധ്യേ കഴുമരത്തിൽ കെട്ടിത്തൂക്കിയിട്ടു. രാജാനുമതിയോടുകൂടി വേർപെട്ട കരവുമായി ദൈവമാതാവിൻ്റെ ദേവാലയത്തിൽ പോയി വിശുദ്ധ ജോൺ ഡമീഷ്യൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം മുറിഞ്ഞ കരം ചേർത്ത് വെച്ചപ്പോൾ സുഖപ്പെട്ടുവെന്ന് ഒരു ഐതിഹ്യവുമുണ്ട്. കാലിഫിന് ഈ അത്ഭുതത്തെപ്പറ്റി കേട്ടപ്പോൾ ഫാദർ ജോൺ ഡമീഷ്യനെ വിളിച്ച് മാപ്പപേക്ഷിക്കുകയും എന്തെങ്കിലും ഒരു അനുഗ്രഹം ആവശ്യപ്പെടണമെന്ന് പറയുകയും ചെയ്തു. കാലിഫിൻ്റെ ഉപദേശക ജോലിയിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് മാത്രമേ അദ്ദേഹം ആവശ്യപ്പെട്ടുള്ളൂ.
ജീവിതത്തിൻ്റെ ശിഷ്ടകാലം ദൈവമാതാവിൻ്റെ ഭക്തിയിൽ ജീവിച്ച് അദ്ദേഹം സ്വർഗീയ സൗഭാഗ്യം നേടി. 1890 വേദപാരംഗതനായി പ്രഖ്യാപിക്കപ്പെട്ടു. വിശുദ്ധ ജോൺ ഡമ്മീഷൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: തീക്ഷ്ണമായ പ്രാർത്ഥന കൂടാതെയുള്ള ബുദ്ധിജീവിതം മനപ്പകർച്ചയ്ക്ക് മാത്രമേ സഹായിക്കൂ. കാറ്റ് വിളക്ക് കെടുത്തുന്നത് പോലെ യുക്തിവാദം പലപ്പോഴും പ്രാർത്ഥനയുടെ ആന്തരിക ചൈതന്യം നശിപ്പിക്കുന്നു.